നമുക്കിന്ന് ഇറാഷണൽ നമ്പേഴ്സിനെ പറ്റി പഠിക്കാം. ഇറാഷണൽ നമ്പേഴ്സ് എന്താണ്? നമ്മൾ പറഞ്ഞതാണ് ഫസ്റ്റ് ഡേയിൽ തന്നെ. ഇറാഷണൽ നമ്പർ മീൻസ് വി കനോട്ട് റൈറ്റ് ഇറ്റ് ആസ് പി ബൈ ക്യൂ. അപ്പോൾ എന്തായിരുന്നു പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റിയിരുന്ന നമ്പർ? റാഷണൽ നമ്പർ അല്ലേ? അപ്പോൾ പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പറാണ് ഏതാ? ഈ ഇറാഷണൽ നമ്പർ. പി ബൈ ക്യൂ ഫോമിൽ എഴുതാം. ക്യൂ നോട്ട് ഈക്വൽ ടു 0 എന്ന കണ്ടീഷനിലുള്ള നമ്പറുകളാണ് എന്താ? റാഷണൽ നമ്പർ. എന്താ? 1/2, 2/3 ഇങ്ങനെ വരുന്ന ഫ്രാക്ഷൻസ് ഒക്കെ എന്ത് വരുന്നത്? റാഷണൽ നമ്പർ ആയിരുന്നു. റാഷണൽ നമ്പർ. ഇനി ഇറാഷണൽ നമ്പർ ഏതായിരുന്നു? √2. ഇതെല്ലാം റാഷണൽ ആയിരുന്നു. ഇറാഷണലിൻ്റെ എക്സാമ്പിൾ എന്തായിരുന്നു? √2, √3, √5, പൈ. ഇതൊക്കെ എന്തായിരുന്നു? ഇറാഷണൽ നമ്പേഴ്സ് ആയിരുന്നു അല്ലേ? ഇനി നമ്മൾ അതിനെപ്പറ്റി കുറച്ച് കൂടുതലായിട്ട് പഠിക്കുകയാണ്. ഒരു ഇറാഷണൽ ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാമെന്ന് നോക്കണം. അപ്പോൾ ഇനി നമുക്കതിനകത്ത് ഒരു തിയറം പഠിക്കാം. അപ്പോൾ എന്താണ് ഇറാഷണൽ നമ്പേഴ്സ് എന്നറിയാലോ? നമ്മൾ ആ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞത് പൈ, √2, √3, √5 ഇതെങ്ങനെയെല്ലാം വരുന്ന നമ്പേഴ്സാണ് ഇറാഷണൽ നമ്പേഴ്സ്. ഓക്കെ. ഇനി ഒരു തിയറമാണ്. ലെറ്റ് പി ബി എ പ്രൈം. ലെറ്റ് പി ബി എ പ്രൈം നമ്പർ. പി ഒരു പ്രൈം നമ്പർ ആണെന്ന് ഇരിക്കട്ടെ. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നമ്പറിന് 1ഉം ആ നമ്പർ മാത്രമായിരിക്കും ഫാക്ടേഴ്സ്. ഏതൊക്കെയാ? 2, 3, 5, 7, 11 എല്ലാം എന്താ? ആ നമ്പറും പിന്നെ 1ഉം മാത്രമാണ് ഇതിനെല്ലാം എന്താണ്? ഫാക്ടേഴ്സ് ഇല്ലേ? 2ന് ഏതൊക്കെയാണ് ഫാക്ടേഴ്സ്? 2ഉം 1ഉം അല്ലേ ഉള്ളൂ. 3യുടെ ഫാക്ടേഴ്സ് ഏതാ? 3ഉം 1ഉം ഉള്ളൂ അല്ലേ? അതുപോലെ പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആ നമ്പറും അതുപോലെ തന്നെ അപ്പോൾ ആ നമ്പറും 1ഉം സെയിം നമ്പറും 1ഉം മാത്രമായിരിക്കും പ്രൈം നമ്പേഴ്സിൻ്റെ ഫാക്ടേഴ്സ്. ഓക്കെ. അങ്ങനെ ഒരു പ്രൈമാണ് ഈ പി എന്ന് പറയുന്നത്. ഈ പി ബി എ പ്രൈം നമ്പർ. ഇനി എന്താ പറയുന്നത്? ഇഫ് പി ഡിവൈഡ്സ് എ സ്ക്വയർ. ഇഫ് പി ഡിവൈഡ്സ് എ സ്ക്വയർ. പി എ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇൻഡിജർ. പി ഡിവൈഡ്സ് എ സ്ക്വയർ. ഇപ്പോൾ എ സ്ക്വയർ നമുക്കൊരു 16 എന്ന് എടുക്കാം. പി എന്നുള്ളത് ഒരു 2 ആണെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പി എ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ എന്താണ് അതിൻ്റെ ബാക്കി? ദെൻ പി ഡിവൈഡ്സ് എ. ഈ എ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഇൻറ്റിജർ, അതിപ്പോൾ ഞാൻ 2 എന്നാണ് എടുത്തത്. അപ്പോൾ 16 എന്നാണ് എടുത്തത് എ സ്ക്വയർ. അപ്പോൾ ഈ 2 എന്ന് പറയുന്ന പ്രൈം, ഈ 16 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എ സ്ക്വയർ ആയിട്ട് എടുത്തേക്കുന്നത്. എ സ്ക്വയർ 16 ആണ്. ഈ പി ഡിവൈഡ്സ് എ സ്ക്വയർ ആണെങ്കിൽ പി ഈ 16 എന്ന് പറയുന്ന നമ്പർ, നമ്മൾ എ സ്ക്വയർ നേരത്തെ 16 എന്നുള്ള നമ്പറാണ്. പി 16നെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സെയിം പി എന്ത് ചെയ്യും? 4നെയും ഡിവൈഡ് ചെയ്യും. അതായത് എയും ഡിവൈഡ് ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? എന്താണ് നമ്മുടെ തിയറം പറയുന്നത്? ഇറാഷണൽ നമ്പറിൻ്റെ ഒരു തിയറമാണിത്. എന്താണ് തിയറം പറയുന്നത്? ലെറ്റ് പി ബി എ പ്രൈം നമ്പർ. പി ഒരു പ്രൈം നമ്പർ. നമ്മൾ എന്താ എടുത്തേ? ആ പ്രൈം നമ്പർ 2 എന്നാണ് എടുത്തേ. അങ്ങനെയാണെങ്കിൽ പി ഡിവൈഡ്സ് എ സ്ക്വയർ. പി എന്ത് ചെയ്യുന്നു? എ സ്ക്വയർ എന്ന് പറയുന്ന ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ, ഇഫ് പി ഡിവൈഡ്സ് എ സ്ക്വയർ, പി എന്ന് പറയുന്ന നമ്പർ, ഈ 2 എന്നെടുത്ത നമ്പർ എ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, മീൻസ് ഇപ്പോൾ 16 ആണെന്ന് വെച്ചോളൂ. ഒരു സ്ക്വയർ അല്ലേ, ഒരു നമ്പറിൻ്റെ സ്ക്വയർ അല്ലേ 16. ഇപ്പോൾ 2 16നെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ പി തന്നെ എന്തും ചെയ്യും? എയും ഡിവൈഡ് ചെയ്യും. എന്ന് പറഞ്ഞാൽ 2ഉം ഈ എ സ്ക്വയർ 16 ആകുമ്പം എ എന്തായിരിക്കും? 4 അല്ലേ? അപ്പോൾ ഈ 2 എന്ത് ചെയ്യുന്നു? 4നെയും ഡിവൈഡ് ചെയ്യും. അതാണ് നമ്മുടെ തിയറം. മനസ്സിലായോ? പി ഡിവൈഡ്സ് എ സ്ക്വയർ. If p divides a square, then p divides a also. P divides a. P divides a.
അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് തിയറം. മനസ്സിലായല്ലോ തിയറം എന്താണ് ഇറാഷണൽ നമ്പേഴ്സ് എന്നറിയാം. ഇറാഷണൽ നമ്പറിൻ്റെ ഫസ്റ്റ് തിയറം എന്താണ്? പി ബി എ പ്രൈം നമ്പർ. പി ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ പി എ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്താൽ പി എയെയും ഉറപ്പായിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. 2 ആണ് ഒരു പ്രൈം നമ്പർ. എ സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ്. അങ്ങനെയാണെങ്കിൽ 2 എന്ത് ചെയ്യും? 16നെ ഡിവൈഡ് ചെയ്യും. 2 16നെ ഡിവൈഡ് ചെയ്താൽ 2 ഉറപ്പായിട്ടും അതിൻ്റെ സ്ക്വയർ റൂട്ടായ 4നെയും ഡിവൈഡ് ചെയ്യും. മനസ്സിലായോ? ഈ എ സ്ക്വയർ എന്നുള്ളത് വെറുതെ ഒരു നമ്പർ എടുത്തതാണ് എക്സാമ്പിളിന് വേണ്ടിയിട്ട്. അപ്പോൾ 16 എന്നുള്ളൊരു നമ്പറിനെ ഡിവൈഡ് ചെയ്താൽ ഉറപ്പായിട്ടും എയും അത് ഡിവൈഡ് ചെയ്യുന്നുണ്ടാവും. എന്ന് വെച്ചാൽ എ എന്തായിരിക്കും? എ സ്ക്വയർ 16 ആണെങ്കിൽ എ എന്തായിരിക്കും? 4 ആയിരിക്കും ഇല്ലേ? അപ്പോൾ എ സ്ക്വയറിനെ എ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്താൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യും? പി എയും ഡിവൈഡ് ചെയ്യും. അതാണ് എന്ത്? അതാണ് നമ്മുടെ തിയറം. ഓക്കെ അല്ലേ? അടുത്ത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് √2 ഈസ് ഇറാഷണൽ എന്നാണ്. √2 ഈസ് ഇറാഷണൽ എങ്ങനെ ചെയ്യും? ലെറ്റ് us assume നമ്മൾ ഈ √2 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യുന്നത് ബൈ കോൺട്രഡിക്ഷൻ മെത്തേഡാണ്. പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ. പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ. എന്താണ് പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ? പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറയും ഈ √2 റാഷണൽ ആണെന്ന്, എന്നിട്ട് ലാസ്റ്റ് പ്രൂവ് ചെയ്യും ഇല്ല റാഷണൽ അല്ല. അപ്പോൾ റാഷണൽ അല്ലെങ്കിൽ എന്താ? ഇറാഷണൽ ആണ്. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യത്തിലായിരിക്കും. അങ്ങനെയാണ് പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നത് പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ ആണ്. അപ്പോൾ എന്താണ് വേണ്ടത്? ലെറ്റ് us assume √2 is irrational. നമ്മൾ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും? √2 is irrational എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. ഇനി സപ്പോസ് റാഷണൽ നമ്പേഴ്സ് ആകുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? റാഷണൽ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? √2 റാഷണൽ ആണെന്ന് പറഞ്ഞാൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് r/s where s not equal to 0 അല്ലേ? p/q ഫോമിൽ എഴുതാമെന്നല്ലേ? അതിന് പകരം നമ്മളിവിടെ r/s ആണ് യൂസ് ചെയ്തത്. r/s that is √2 is equal to r/s. ഇനി സപ്പോസ് r and s have the common factors other than 1. നമ്മളിപ്പോൾ എടുത്ത ഈ r/s ഇല്ലേ, ഈ r/s ഇപ്പോൾ നമ്മളൊരു 4ഉം 6ഉം ആണെന്ന് വെച്ചോളൂ. നമ്മൾ എടുത്ത r/s എന്ന് വെച്ചാൽ 4ഉം 6ഉം ആണ്. ഇപ്പോൾ ഇതിന് 1 അല്ലാതെ എന്തുണ്ട്? 1 അല്ലാതെ ഫാക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ 2 ഇതിനെ എങ്ങനെ എഴുതണം? 2/3 എന്നുള്ള ഫോമിൽ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് എഴുതണം. ഓക്കെ. സിംപ്ലസ്റ്റ് ഫോമിലേക്ക് എഴുതുമ്പോഴേക്കും എന്താവും? 2/3 എന്നാവും. ഈ 2നും 3യും വന്നു കഴിഞ്ഞാൽ പിന്നെ 2നും 3ക്കും എന്താണ്? 1 അല്ലാതെ ഒരു ഫാക്ടർ ഉണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ ഈ 2നെയും 3യും നമുക്ക് എന്ത് പറയാം? കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറയാം. എന്താണ് കോ പ്രൈം നമ്പേഴ്സ്? എന്താണ് കോ പ്രൈം നമ്പേഴ്സ്? ഒരു പ്രൈം നമ്പറിന് എന്താ 1 മാത്രമേ ഫാക്ടർ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് എന്താ കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പ്രൂഫിൽ എടുക്കുന്നത് √2 ആദ്യം r/s എന്ന് എടുക്കും. √2നെ r/s എന്നെടുക്കും. ഈ r-നും s-നും എന്തുണ്ട്? ഫാക്ടേഴ്സ് ഉണ്ട്. ലൈക്ക് ഈ 4/6 പോലെ. 4/6-നാണെങ്കിൽ എന്തുണ്ട്? 4നും 6നും 1 അല്ലാത്ത ഫാക്ടേഴ്സ് ഇല്ലേ? 4ന് 2 ഉണ്ട്, 6-നാണെങ്കിൽ 3 ഉണ്ട്. ഓക്കെ. അതായത് നമ്മൾ ഇനി ഇതിനെ സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതുമ്പോഴേക്കും 2/3 എന്ന് കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ √2നെ നമ്മൾ എന്തെഴുതുന്നു? ഈ 2/3 പോലെ പിന്നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സിംപ്ലസ്റ്റ് നമ്പറിൻ്റെ കോ പ്രൈമിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതുന്നു. r/s is a/b. ഇപ്പം ഈ a/b എന്ന് പറഞ്ഞാൽ എന്താ? ഈ √2നെ നമ്മൾ എന്തെഴുതും? a/b എന്ന് എഴുതും. ഈ എയും ബിയും ഇപ്പം എന്താണ്? a and b are the co-primes. മനസ്സിലാവുന്നുണ്ടോ? a and b are the co-prime numbers ആണ്. ഇനി ഇപ്പോൾ ഇതിങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്കിനി എങ്ങനെ എഴുതാം? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. b√2 is equal to a. b√2 is equal to a ആയിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇതിനെ ഒന്ന് സ്ക്വയർ ചെയ്യാം, റൂട്ട് കളയാനായിട്ട്. സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും? b²2 is equal to എന്ത് വരും? a അല്ലേ? അതായത് എന്താണ്? 2b² equal to a എന്ന് വരും. 2b² is equal to a.
ഇനി 2b² = a ആണെങ്കിൽ നമ്മുടെ തിയറം ഇനി അപ്ലൈ ചെയ്യണം. തിയറം എന്തായിരുന്നു? 2 ഡിവൈഡ്സ് a² ആണ്, രണ്ട് സ്ഥലത്തും സ്ക്വയർ ചെയ്യണ്ടേ അല്ലേ? ഇതിന് നമ്മൾ മൊത്തത്തിൽ അങ്ങ് സ്ക്വയർ ചെയ്യുക. ഇവിടെയും സ്ക്വയർ ചെയ്യണം, ഇവിടെയും സ്ക്വയർ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും? b², √2ന്റെ സ്ക്വയർ 2, a സ്ക്വയർ a². അപ്പോൾ 2b² = a² എന്ന് വരും. ഇനി എന്താണ് ഇനി വേണ്ടത്? therefore 2 divides a². ഇപ്പം ഇതങ്ങനെയല്ലേ? ഈ b² എന്ന് പറയുമ്പോൾ എന്ത് കിട്ടുക ചെയ്യുന്നത്? b² എന്ന് പറഞ്ഞാൽ a²/2 എന്നല്ലേ കിട്ടും. അതായത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ 2 a² ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 2 a² ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തിയറം എന്താണ്? 2 a² ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുന്നുണ്ടാവും? എയും ഡിവൈഡ് ചെയ്യുന്നുണ്ടാവും ഇല്ലേ? എയും ഡിവൈഡ് ചെയ്യുന്നുണ്ടാവും. അതാണ് നമ്മുടെ പ്രൂഫ്. അതുകൊണ്ട് നമുക്കിനി എന്തെഴുതാം? a/2 എന്നുള്ളത് നമ്പർ ഉണ്ടെങ്കിൽ അവിടെ കാണുന്നില്ല അല്ലേ? ഞാൻ മുകളിലേക്ക് എഴുതുവാണേ. ഇപ്പം നമ്മൾ എന്താ പറഞ്ഞേ? 2b² = a² അല്ലേ? ഇനി ഈ b² എന്ത് ചെയ്യുന്നുണ്ട്? ഈ b² എന്ന് പറഞ്ഞാൽ എന്താ? a²/2. അതായത് ഈ 2 ഡിവൈഡ് ചെയ്യുന്നുണ്ട് a². നമ്മുടെ തിയറം അനുസരിച്ച് 2 a² ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എയും ഡിവൈഡ് ചെയ്യുന്നുണ്ടാവും ഇല്ലേ? അങ്ങനെയല്ലായിരുന്നു തിയറം? എയും ഡിവൈഡ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് എങ്ങനെ എഴുതാം? a = 2c എന്ന് എഴുതാം. എന്താ കാര്യം? ഈ a/2 എന്നുള്ളത് ഇപ്പോൾ ഒരു c എന്നുള്ളൊരു നമ്പറായിട്ട് എടുക്കാം. ഈ 2a ഡിവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ a = 2c. c എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റിജർ. ഇനി സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഫോർ a എന്ത് വരും? എയുടെ പ്ലേസിൽ നമുക്ക് 2c കൊടുക്കാം ഈ ഇക്വേഷനിൽ. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? 2b² = എയുടെ പ്ലേസിൽ എന്താ കൊടുക്കുക? 2c. അപ്പോൾ 2cയുടെ സ്ക്വയർ ആകുമ്പോൾ 4c². 4c² എന്ന് വരും. 2b² = 4. 2b² = 2c അല്ലേ? അപ്പോൾ 2c² എന്ന് വരും. സോറി 2 അല്ല 4 തന്നെയാണ്. ഓക്കെ, 4c². ഇനി അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? b² = ഇവിടുന്ന് ഒരു 2 പോയി ഇവിടുന്ന് ഒരു പോയാൽ എന്ത് ചെയ്യാം? b² = 2c² എന്ന് എഴുതാം. ഓക്കെ, ദിസ് മീൻസ് ദാറ്റ് എന്താണ്? 2 ഡിവൈഡ്സ് b² ഇല്ലേ? ഇതിന് എന്താ പറയുക? ഈ b² എന്ത് ചെയ്യുന്നുണ്ട്? 2 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ്? ബിയെയും 2 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതല്ലേ നമ്മുടെ തിയറം? അപ്പോൾ എന്ത് പറയാം? ഇതിൽ നിന്ന് അപ്പോൾ ഇതിനെ എന്ത് പറയാം? b² 2b² ഡിവൈഡ് ചെയ്യുന്നു. 2 ഡിവൈഡ്സ് b². അങ്ങനെയാണെങ്കിൽ 2 ഡിവൈഡ്സ് b. അങ്ങനെയാണെങ്കിൽ രണ്ടും കൂടി ചേർത്തിട്ട് നമുക്ക് എന്ത് പറയാം? എയും b 2 ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ബിയെയും 2 ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഇല്ലേ? എയും ബിയും രണ്ട് നമ്പേഴ്സായിട്ടല്ലേ നമ്മൾ ആദ്യമേ എടുത്തത്. ഇവിടുന്ന് എടുത്ത എയും ബിയും ആണത്. എയും ബിയും 2 ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? എയ്ക്കും ബിക്കും കോമൺ 1 അല്ലാതെ വേറൊരു ഫാക്ടറും കൂടെ ഉണ്ടെന്നല്ലേ മീനിങ്? 2 കൂടെ ഉണ്ടെന്നല്ലേ മീനിങ്? അപ്പം എന്തായി? നമ്മൾ എടുത്തതിൻ്റെ കോൺട്രഡിക്ഷനായി. കോൺട്രഡിക്ഷൻ എന്താ? √2 റാഷണൽ എന്ന് പറഞ്ഞല്ലേ എടുത്തത്. സോ ആ റാഷണൽ അല്ല. റാഷണൽ അല്ലെങ്കിൽ പിന്നെ എന്താ? ഇറാഷണൽ ആണ്. മനസ്സിലായോ? കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് ചില സ്ഥലത്ത്. പക്ഷെ അത് ഒത്തിരി തവണ എഴുതി പഠിച്ച് കഴിയുമ്പോഴത്തേക്കും മനസ്സിലാവും. ഇത് ഉറപ്പായിട്ടും വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ടേം എക്സാമിനൊക്കെ ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ എന്താ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്? ഇത് ഒത്തിരി തവണ ഇത് ആദ്യം ഒന്ന് നോക്കുക, എന്നിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് എന്ത് വേണം? ഒരു 3-4 ടൈംസെങ്കിലും എഴുതി പഠിക്കണം. എങ്കിൽ പിന്നെ അത് മറക്കില്ല. ഇതുപോലുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. √2, √3, √5 ഏത് വേണമെങ്കിലും ചോദിക്കാം. സെയിം സ്റ്റെപ്സ് തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് എഴുതി പഠിച്ചേ പറ്റൂ. എന്താണ് വേണ്ടത്? ആദ്യം എന്ത് വേണം? √2. √2 = r/s എന്നെടുത്തു. ഒന്നുകൂടി ഞാൻ പറയാം. അപ്പോൾ √2 ഇറാഷണൽ ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, √2 ഇറാഷണൽ ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. √2 ഇറാഷണൽ ആവണമെങ്കിൽ എന്താണ്? നമ്മൾ r/s എന്നുള്ള ഫോമിൽ എടുത്തു. r/s എന്താണ് പറഞ്ഞത്? പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ ആണ് ഇവിടെ ചെയ്യുന്നത്. √2 റാഷണൽ ആണ് എന്നെടുക്കും ഫസ്റ്റ്. √2 റാഷണൽ ആണെങ്കിൽ എന്താ കണ്ടീഷൻ? r/s എന്നുള്ള ഫോമിൽ എഴുതാം ഇല്ലേ? ഇനി r/s എന്ന് പറഞ്ഞാൽ എന്താ?
R/S എന്ന് പറയുന്നത് നമ്മുടെ 4/6 എന്ന് പറയുന്ന പോലത്തെ നമ്പറുകളാണ്. അതിന് വീണ്ടും ഫാക്ടേഴ്സ് അതർ ദാൻ 1 ഉണ്ട്. സോ നമ്മൾ അതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമായിട്ടുള്ള കോ പ്രൈമിൻ്റെ ടേമിൽ എഴുതുന്നു A/B. അപ്പോൾ എക്കും ബിക്കും 1 അല്ലാതെ വേറെ ഒരു പ്രൈം ഫാക്ടറും ഇല്ല, വേറെ ഫാക്ടേഴ്സ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ √2 = A/B എന്ന് എഴുതുന്നു. ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. B√2നെ സ്ക്വയർ ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? 2B² = A². ഇനി നമ്മൾ മുന്നേ പഠിച്ച നമ്മുടെ തിയറം യൂസ് ചെയ്യണം. തിയറം എന്താണ് പറഞ്ഞത്? ഇപ്പോൾ ഇതനുസരിച്ച് നമുക്ക് B² = A²/2 എന്ന് എഴുതാം. ഒരു B²നെ A² 2 ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എയും 2 ഡിവൈഡ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് തിയറം. ആ തിയറം ഇവിടെ അപ്ലൈ ചെയ്യണം. 2B² = A² മീൻസ് B² = A²/2. A²നെ 2 ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എയും ഉറപ്പായിട്ടും എയും 2 ഡിവൈഡ് ചെയ്യുന്നുണ്ടാകും എന്ന് പറഞ്ഞു വയ്ക്കുക അവിടെ. ഇനി 2B² = A² അല്ലേ? ഓക്കെ, ഇത് നമ്മൾ അത്രയും പറഞ്ഞു. ഇനി 2B² അപ്പോൾ നമ്മൾ എയും ഡിവൈഡ് ചെയ്യും എന്ന് പറയുമ്പോൾ A = 2C എന്ന് കിട്ടും. ഒരു C കോൺസ്റ്റൻ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ A = 2C എന്ന് കിട്ടും. A = 2C ആണെങ്കിൽ എന്തായിരിക്കും? ഇത് A എന്ത് പറയാം? നമുക്ക് ഈ A = 2C എന്നുള്ളത് ഇവിടെ കൊടുക്കാം. A = 2C 2Cക്ക് വാല്യൂ കൊടുക്കുമ്പോൾ 2B² = 4C² എന്ന് കിട്ടും. 2 ഡിവൈഡ് ചെയ്ത് പോയാൽ വീണ്ടും നമുക്ക് എന്ത് കിട്ടും? B² = 2C എന്ന് കിട്ടും. ഇനി ഇവിടെ വീണ്ടും ഉണ്ടല്ലോ B² 2 അല്ലേ? ഈ 2 എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ എടുത്ത നമ്പറാണ് B. ഇനി B²നെ 2 ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 2Bയും ഡിവൈഡ് ചെയ്യുന്നുണ്ടാകും. അപ്പം നമ്മൾ എയും ഡിവൈഡ് ചെയ്യും ബിയും ഡിവൈഡ് ചെയ്യുമെന്നായില്ലേ ലാസ്റ്റ്? ഇവിടെ പറഞ്ഞത് എന്താ? എയും ഡിവൈഡ് ചെയ്യുന്നു, ഇവിടെ പറഞ്ഞ് ബിയും ഡിവൈഡ് ചെയ്യണം. അപ്പം നമ്മൾ എടുത്ത 2 നമ്പർ വേറെ കോപ്രൈമായിട്ടല്ലേ എടുത്തത്, വേറെ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല എന്നും പറഞ്ഞാൽ എടുത്തത്. പക്ഷേ ഇപ്പം എന്താണ്? 2 2നെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, മീൻസ് വേറെയും അതിന് ഫാക്ടർ ഉണ്ട്. അപ്പം നമ്മൾ എടുത്തത് തെറ്റായില്ലേ? സോ എന്താണ്? കോൺട്രഡിക്ടറി ആയി. സോ എന്ത് പറയാം? √2 റാഷണൽ എന്നും പറഞ്ഞെടുത്തതും അപ്പോൾ തെറ്റായില്ലേ? അപ്പോൾ √2 റാഷണൽ അല്ല, ഇറാഷണൽ ആണ് എന്ന് പറയാം. ഇതാണ് പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ എന്ന് പറയാം. നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യും, അത് നേരെ ഓപ്പോസിറ്റ് അതല്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. അതല്ലെങ്കിൽ ഏതായിരിക്കും? റാഷണൽ അല്ലെങ്കിൽ ഇറാഷണൽ ആയിരിക്കും. അങ്ങനെയാണ് നമ്മളിതിൻ്റെ പ്രൂഫ് പറയാം. ഓക്കെ, അടുത്തൊരു പ്രൂഫ് 5 - √3 ഈസ് ഇറാഷണൽ എന്ന് പ്രൂവ് ചെയ്യണം. 5 - √3 എങ്ങനെ ചെയ്യും? Let us assume to the contrary. ഇതുപോലെ തന്നെ കോൺട്രഡിക്ടറി ആയിട്ട് എടുക്കുക. എങ്ങനെയാ? 5 - √3 റാഷണൽ ആണെന്ന് എടുക്കും. ദാറ്റ് ഈസ് എന്ത് ചെയ്യാം? നമുക്ക് A/B ഫോമിൽ എഴുതാം. എയും ബിയും നേരത്തെ പോലെ കോപ്രൈംസ് ആണ്. ഇനി A/5 എന്തെഴുതാം? A/B = √3 എന്ന് എഴുതാം. ആണല്ലോ? ഇത് ഇപ്പുറത്ത് വന്നു, ഈ √3 അപ്പുറത്ത് പോയി. ഇനി ഇത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ √3 അപ്പോൾ നമുക്ക് എന്താ കിട്ടിയ? √3 5 - AB എന്ന് കിട്ടി, A/B എന്ന് കിട്ടി അല്ലേ? 5 - A/B എന്ന് കിട്ടി. ഇനി നമ്മളെ ഈ എയും ബിയും ഇൻറ്റിജേഴ്സ് ആണല്ലോ. ഈ എയും ബിയും ഇൻറ്റിജേഴ്സ് ആകുമ്പോൾ 5 - ഈ A/B എന്ന് പറയുന്നത് എന്തായിരിക്കും കിട്ടുക? ഒരു റാഷണൽ നമ്പർ ആയിരിക്കും കിട്ടുക. ഇപ്പം 3 - 1/3 എന്ന് പറഞ്ഞു വെച്ചു, എന്താ കിട്ടില്ല? ഇവിടെ എന്തായിരിക്കും കിട്ടുക? 3 × 3 9 - 1/3. അപ്പം നമുക്ക് എന്ത് കിട്ടും? 8/3 എന്ന് കിട്ടും. ഒരു റാഷണൽ നമ്പർ അല്ലേ കിട്ടുന്നത്? അതുപോലെ തന്നെയല്ലേ ഇവിടെയും 5 - A/B. A/B ഒരു റാഷണൽ നമ്പറാണ്. അപ്പോൾ 5 - A/Bയും എന്തായിരിക്കും? അതൊരു റാഷണൽ നമ്പർ ആയിരിക്കത്തില്ലേ? ഇപ്പം ഈ നമുക്ക് എടുത്ത നമ്പർ ഒരു റാഷണൽ നമ്പർ ആയിട്ടല്ലേ കിട്ടും? ഈ എക്സാമ്പിൾ പോലെയല്ലേ അത്? ഓക്കെ, അപ്പോൾ അതൊരു റാഷണൽ നമ്പർ ആയിരിക്കും. സോ √3 ഈസ് റാഷണൽ എന്ന് പറഞ്ഞു. അപ്പോൾ √3 നമുക്ക് എന്ത് കിട്ടി? റാഷണൽ നമ്പർ എന്ന് കിട്ടി. ബൈ ദിസ് കോൺട്രഡിക്ട്സ് ദ ഫാക്ട് √3 ഈസ് ഇറാഷണൽ. അപ്പോൾ നമ്മൾ കോൺട്രഡിക്ടറി ആയിട്ടാണ് എടുത്തത്. 5 - √3 റാഷണൽ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് കോൺട്രഡിക്ടറി ആയിരിക്കും നമ്മുടെ എന്താണ്? ഇതിന് കോൺട്രഡിക്ടറി ആയിരിക്കും നമ്മുടെ ആൻസർ. മനസ്സിലാവുന്നുണ്ടോടാ? ഇതിൻ്റെ കോൺട്രഡിക്ടറി ആയിട്ടാണ് പ്രൂഫ് വരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനം
നമ്മൾ റാഷണൽ എന്ന് പറഞ്ഞെടുക്കും, തന്നേക്കുന്നതിന് റാഷണൽ എന്ന് പറഞ്ഞെടുക്കും. ലാസ്റ്റ് പറയും ഇതിന് കോൺട്രഡിക്റ്ററി ആണ് കറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറാഷണൽ ആണ് കറക്റ്റ് എന്ന്, ഇതാ ഇറാഷണൽ ആണ് എന്ന്. ഓക്കെ, അപ്പോൾ നമ്മളിനി എന്ത് പറയും, ബൈ ദിസ് കോൺട്രഡിക്ട്സ് ദ ഫാക്ട് √3 ഈസ് എന്ത് കിട്ടും, ഇറാഷണൽ. അപ്പോൾ അതിന് കോൺട്രഡിക്റ്ററി ആയിട്ട് കോൺട്രഡിക്റ്റ് എന്താണ്, √3 ഈസ് ഇറാഷണൽ. അപ്പോൾ ദീസ് കോൺട്രഡിക്ട്സ് എന്ത് ചെയ്യുന്നു, അസംഷൻ നമ്മുടെ √3 ഈസ് ഇറാഷണൽ എന്ന് വരും. അപ്പോൾ നമ്മൾ 5 - √3 എന്തായിട്ടാണ് എടുത്തത്, 5 - √3 എടുത്ത റാഷണലും കോൺട്രഡിക്റ്ററി ആയിട്ട് ഇറാഷണൽ എന്ന് വരും. 5 - √3യും ഇറാഷണൽ ആയിട്ട് വരും. സോ വി കൺക്ലൂഡ് 5 - √3 ഈസ് ഇറാഷണൽ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ആ √2, അതുപോലെ √3 √5 ഒക്കെ സെയിം തന്നെയാണ്. പിന്നെ ഇത്, അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്, 5 - √3 ഇറാഷണൽ എന്നായിട്ട് എടുക്കാനായിട്ട് let us assume to the contrary to the 5 - √3 is rational. കോൺട്രറി ആയിട്ട് എടുക്കുന്നു, 5 - √3 റാഷണൽ ആയിട്ട് എടുക്കുന്നു. സോ വി ക്യാൻ ഫൈൻഡ് കോപ്രൈംസ് 5 - √3 is. അപ്പോൾ ഈ 5 - √3 ആദ്യം എന്തായിട്ടാണ് എടുത്തത്, റാഷണൽ ആയിട്ടാണ് എടുത്തത്. ഓക്കെ, ഇനി 5 - √3 അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, a/b എന്ന് എഴുതാം. ഇനി റീഅറേഞ്ച് ചെയ്യുമ്പോഴോ, ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഇത് ഇവിടെ വന്നു, ഈ √3 ഇവിടെ പോയി. അപ്പോൾ 5 - a/b is equal to √3. ഈ 5 - a/b എന്ന് പറയുമ്പോൾ 1 - 1/2 എന്ന് പറയുന്ന പോലെ 1 - 1/2 എന്താ, 1/2 അല്ലേ. അപ്പോൾ അതൊരു റാഷണൽ നമ്പർ അല്ലേ കിട്ടുക. അതുപോലെ തന്നെ 5 - a/b എന്ന് പറയുന്നത് ഒരു റാഷണൽ ആയിട്ടേ കിട്ടുള്ളൂ. സോ ഇറ്റ് ഈസ് √3 അല്ലേ. √3 ഈസ് അത് റാഷണൽ നമ്പർ ആയിട്ട് കിട്ടും. സോ എന്ത് കിട്ടും, √3 is equal to 5 - ab എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പർ ആയിട്ട് കിട്ടും. ഇനി നമ്മൾ എന്താ പറഞ്ഞ്, ഇതിൻ്റെ കോൺട്രഡിക്റ്റ് ടു ദ ഫാക്ട് √3 ഈസ് ഇറാഷണൽ. അപ്പോൾ നമുക്ക് എന്താണോ കിട്ടുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് 5 - √3 a/b എന്നെടുത്തു. 5 - a/b എന്നുള്ളത് എന്ത് വരും, √3 എന്ന് വരും. 5 - a/b എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, a/b എന്ന് പറയുമ്പോൾ ഇതൊരു റാഷണൽ നമ്പർ ആയിരിക്കും അല്ലേ. അപ്പോൾ √3 = 5 - a/b എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പർ ആയിരിക്കും. അപ്പോൾ √3 എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പർ ആയിരിക്കും. ഇതെന്താണ് നമുക്കറിയാം, √3 ഇറാഷണൽ ആണെന്ന് അറിയാം. ഇപ്പം എന്താണിത്, ഇതിന് കോൺട്രഡിക്റ്ററി ആയിട്ടല്ലേ വന്നേക്കുന്നത്. ഫാക്റ്റ് എന്താണ്, നമ്മുടെ ഫാക്റ്റ് എന്താണ്, √3 ഇറാഷണൽ ആണെന്ന് അറിയാം. √3 ഇറാഷണൽ ആണെന്നാണ് നമ്മൾ തൊട്ട് മുന്നേ പ്രൂവ് ചെയ്തിട്ടുണ്ട്. √2 പോലെ തന്നെ ചെയ്താൽ മതി. √3 ഇറാഷണൽ ആണ്. സോ എന്താണ്, √3 ഇറാഷണൽ ആണെങ്കിൽ 5 - √3 എന്തായിരിക്കും, ഇറാഷണൽ ആയിരിക്കും അല്ലേ. 5 - √3 ഇറാഷണൽ ആണെങ്കിൽ 5 - √3യും ഇറാഷണൽ ആയിരിക്കും. അങ്ങനെയാണ് നമ്മുടെ ആ പ്രൂഫ്. ഓക്കെ, അപ്പോൾ ആദ്യം a/b എന്ന് എടുക്കുക. 5 - a/b എന്നുള്ളത് √3 ആണ്. 5 - a/b എന്നുള്ളത് ഒരു റാഷണൽ നമ്പറാണ്. പക്ഷേ നമുക്കറിയാം √3 അപ്പോൾ റാഷണൽ നമ്പറായിട്ട് കിട്ടും. √3 ഇറാഷണൽ ആണെന്ന് നമ്മൾ തൊട്ട് മുന്നേ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ അവിടെ എഴുതണം, വലിയ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ √3 ഇറാഷണലിൻ്റെ പ്രൂഫും കൂടി അവിടെ എഴുതാം. എന്നിട്ട് പറയണം √3 ഈസ് ഇറാഷണൽ എന്ന്. എന്നിട്ട് 5 - √3 ഇറാഷണൽ ആയാൽ 5 - √3 എന്തായിരിക്കും, ഇറാഷണൽ ആയിരിക്കും. ബൈ കോൺട്രഡിക്ഷൻ ആണ്. ഓക്കെ, ബൈ കോൺട്രഡിക്ഷൻ ദ ഫാക്ട് ഈസ് √3 ഈസ് ഇറാഷണൽ. സോ 5 - √3 ഈസ് ഓൾസോ ഇറാഷണൽ. ഓക്കെ, 3√2 ഈസ് ഇറാഷണൽ എന്ന് പ്രൂവ് ചെയ്യണം. ഷോ ദാറ്റ് 3√2 ഈസ് ഇറാഷണൽ. എന്ത് ചെയ്യും, 3√2 ഇറാഷണൽ ആണെന്ന് പറഞ്ഞെടുക്കും. ഇതിനെല്ലാം പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ ആണ്. അത് കാരണമാണ് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. 3√2 ഈസ് റാഷണൽ എന്ന് എടുക്കാം. സോ നമുക്ക് എങ്ങനെ എഴുതാം, √2 ഈസ് a/b, b ≠ = 0. പിന്നെ 3√2 എന്ന് പറയുന്നത് a/b ആയിട്ട് എടുക്കാം. അപ്പോൾ √2 എന്തായിരിക്കും, √2 a/b a/3b എന്ന് വരും അല്ലേ. ഈ 3 കൂടി ഇങ്ങ് പോയിട്ട് a/3b എന്ന് വരും. ഇറ്റ് ഈസ് ഓൾസോ റാഷണൽ. അപ്പോൾ ഇതെന്താണ്, റാഷണൽ നമ്പറിൻ്റെ ഫോമിലാണ്, a/b ഫോമിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡും എന്തായി മാറും, റാഷണൽ ആയിട്ട് മാറും. ഇനി ബൈ ദിസ് നമ്മളറിയാമല്ലോ √2 ഈസ് എന്താ, ഇറാഷണൽ ആണെന്ന്. അപ്പോൾ √2 നമുക്ക് റാഷണൽ എന്നല്ലേ കിട്ടിയത്. ശരിക്കും നമ്മൾ √2 ഇറാഷണൽ എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. വലിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇവിടെ √2ൻ്റെ റാഷണൽ എഴുതണം കേട്ടോ. √2 ഇറാഷണൽ എന്നറിയാം. അപ്പോൾ √2 ദിസ് കോൺട്രഡിക്ട്സ് ദ ഫാക്ട് √2 ഈസ് ഇറാഷണൽ. സോ വി കൺക്ലൂഡ്. അപ്പോൾ നമുക്ക് ഇത് എന്ത് ചെയ്യാം, ഇതിപ്പോൾ √2 റാഷണൽ എന്നല്ലേ കിട്ടിയത്. നമുക്കറിയാം എന്താണ് ശരിക്കുള്ള ഫാക്ട്, √2 ഈസ് ഇറാഷണൽ ആണെന്ന്. അപ്പോൾ എന്താ,
root 2 is this contradict the fact root 2 is irrational. root 2 irrational ആണെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 3 into root 2 irrational ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിത് എങ്ങനെ പ്രൂവ് ചെയ്യേണ്ടേ? 3 root 2 റാഷണൽ ആണെന്ന് എടുക്കുക. റാഷണൽ ആകുമ്പോൾ a/b എന്ന് എഴുതാൻ പറ്റും. 3 root 2 is equal to a/b. അപ്പോൾ root 2 is equal to a/3b. ഓക്കെ, ഇറ്റ് ഈസ് എ റാഷണൽ നമ്പർ. ഇനി റൂട്ട് 2 അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് ആയിട്ടുള്ള റൂട്ട് 2 റാഷണൽ നമ്പർ ആയിട്ട് വരും. പക്ഷേ എന്താണ്? ഇറ്റ് കോൺട്രഡിക്റ്റ് ദ ഫാക്ട് ദാറ്റ് റൂട്ട് 2 ഈസ് ഇറാഷണൽ. റൂട്ട് 2 ഇറാഷണൽ ആണെന്ന് നമ്മൾ മുന്നേ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ വലിയ മാർക്കിൻ്റെ ആണെങ്കിൽ എഴുതണേ. അപ്പോൾ റൂട്ട് 2 എന്താണ്? റൂട്ട് 2 ഇറാഷണൽ ആണ്. റൂട്ട് 2 ഇറാഷണൽ ആണെന്ന് കിട്ടുമ്പം 3 into റൂട്ട് 2 എന്താണ്? ഇറാഷണൽ ആയിരിക്കും. മനസ്സിലായില്ലേ? ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷന്. ഉറപ്പായിട്ടും ഇതിൽ നിന്ന് ടേം എക്സാമിനൊക്കെ നമ്മുടെ ബോർഡ് എക്സാമിനൊക്കെ ഇത് ചോദിക്കും. ഈ റൂട്ട് 2 ഈസ് ഇറാഷണൽ എന്നുള്ളത്. റൂട്ട് 2ന് പകരം ചിലപ്പോൾ റൂട്ട് 3 റൂട്ട് 5 ഒക്കെ ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് എഴുതി പഠിക്കുക, റൈറ്റ് ചെയ്ത് ഒത്തിരി തവണ റൈറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.